നവകലി ശമിച്ചോടെ ഇന്ത്യ ശമിച്ചോ? ഇന്ത്യ ശമിച്ചില്ല. അപ്പോഴാണ് ഓർക്കേണ്ടത്, ഇന്ത്യൻ ഫാസിസ്റ്റുകളെ ഏറ്റവും വലിയ കൊലപാതകം ആ കാലത്ത് ബീഹാറിൽ നടത്തുക. ബീഹാറിൽ ഇവർക്ക് മനസ്സിലായി നവകലിയിലെ ഇത് പൊട്ടില്ല, നവകലിയിലെ തീ ശമിച്ചു. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും? ജിന്നയുടെ വാദം അവിടെ പൊളിയും. പിന്നെ അതായത് ജിന്ന തെരുവില് പാകിസ്ഥാൻ ഭാഗത്തിനെ ഉജ്ജ്വലിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് എന്തുണ്ടായി? ആകെ കൽക്കത്തയിൽ മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ, ബംഗാളിൽ മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ. അത് ഗാന്ധി പോയിട്ട് ശമിപ്പിക്കുകയും ചെയ്തു. അപ്പൊ എന്തുണ്ടാവും? ഇവര് ഈ പറയുന്ന ഇസ്ലാമിക സ്റ്റേറ്റ് എന്നുള്ളത് മടക്കി വെക്കും. ഇസ്ലാമിക സ്റ്റേറ്റ് എന്നുള്ളത് മടക്കി വെച്ചാൽ എന്തുണ്ടാവും? തങ്ങളുടെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സ്വപ്നവും എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരും ഗോൾവാൾക്കർക്കും സവർക്കർക്കും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? ഓർക്കണം, ബീഹാറിൽ കയറിയിട്ടന്ന് 10,000 മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തു. ഈ മനുഷ്യർ നടത്തിയ ഏറ്റവും വംശഹത്യ, ഏറ്റവും ആദ്യത്തെ വംശഹത്യ ബീഹാറിലാണ്. 46 നടത്തിയ 46-47 കൊല്ലത്തിൽ നടത്തിയത്, ബീഹാറിൽ നടത്തിയത് വംശഹത്യയാണ്. പക്ഷെ നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഗുജറാത്തിലെ വംശഹത്യ എന്ന് പറയും 2002 ഗുജറാത്തില് കണക്ക് നോക്കുകയാണെങ്കിൽ, അത് ചെറുതൊന്നുമല്ല ഗുജറാത്തിൽ സംഭവിച്ചത്, പക്ഷെ കണക്ക് നോക്കുകയാണെങ്കിൽ 2000 പേരെ മരിച്ചിട്ടുള്ളൂ. ബീഹാറിൽ അന്ന് 10,000 മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്തു. അത് അന്നത്തെ അവിടുത്തെ കോൺഗ്രസ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു സെയ്ദ് മുഹമ്മദ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ നാൾ വഴി കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ കൊന്നത്? വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ? ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. കാരണം അവിടെ കൂട്ടക്കശാപ്പ് ചെയ്താൽ, അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. കോൺഗ്രസിന് അന്ന് ഈ പറഞ്ഞ പോലെ ഈ പ്രവിശ്യാ ഭരണത്തിൽ ചെറിയ തരത്തിലുള്ള അവകാശങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. ശ്രീകൃഷ്ണ സിൻഹയായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തില് മുസ്ലിങ്ങളെ കൊന്നാല് എന്ത് സംഭവിക്കും? മുസ്ലിങ്ങൾ പേടിച്ചിട്ട് ജിന്നയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കും. ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? കോൺഗ്രസ് ആണ് നാളെ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യ ഭരിക്കാൻ പോകുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സ്ഥിതി എന്താവും? ഇതേപോലെയും. അതുകൊണ്ട് അവർ മുഴുവൻ ജിന്നയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പാകിസ്ഥാനിലേക്ക് പൊക്കോളും. അങ്ങനെ ഹിന്ദു രാഷ്ട്രം പിടിച്ചെടുക്കാം എന്ന് പറയുന്ന ഒരു ചിന്തയിലാണ് ആ വംശഹത്യ നടത്തിയത്. അതിനെ വംശഹത്യ എന്ന് വിളിക്കാത്തതിന്റെ കാരണം 46 വംശഹത്യക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ടായിട്ടില്ല. 48 UN ഡെഫിനേഷൻ ഉണ്ടാക്കുന്നത്. ജനോസൈഡ് എന്ന് പറയുന്നത് എന്താണ് വംശഹത്യ എന്നുള്ളതിന് ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കുന്നത് 48 അതിന് 2 കൊല്ലം മുമ്പ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ബീഹാറി മുസ്ലിങ്ങൾ കൊന്നൊടുക്കി. ഗാന്ധി ഈ നവകലിയിൽ ഇത്രയും നടന്ന ആള് നേരെ ബീഹാറിലേക്ക് പോവാ. 3 പര്യടനങ്ങൾ ഈ നവകലിയിൽ നടന്ന പോലെ തന്നെ ഓരോ വീട്ടിലും നടന്ന് എല്ലാ ദിവസവും വൈകിട്ട് സംസാരിച്ച് ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ച് നിന്ന സമയത്ത് ഇന്ത്യക്കുണ്ടായ ഉയർച്ചയെക്കുറിച്ചും പിരിഞ്ഞു നിന്ന സമയത്ത് ഇന്ത്യ പാതാളത്തിലേക്ക് പോയതിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഘട്ടം എത്തിയപ്പോൾ ഗാന്ധി പറയും, ഇന്ത്യയും മുസ്ലിമും സഹോദരന്മാരെ പോലല്ല. ഇത്രയും നാൾ പറഞ്ഞിരുന്നത് സഹോദരന്മാരെ പോലെയാണെന്നാണ്. സഹോദരന്മാരെ പോലല്ല, അവർ സഹോദരർ തന്നെയാണ്. ഇന്ത്യയിൽ ഓരോരുത്തരും സഹോദരരാണ്. ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും പാഴ്സിയും ജൈനനും ബൗദ്ധനും സിഖുകാരനും ഒക്കെ സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ ബന്ധിതമായില്ലെങ്കിൽ ഇത് ചെതറിപ്പോകും ഇന്ത്യ എന്ന് പറയും.